വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മളിന്ന് പോളിടെക്നിക്കിന്റെ സെം 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് ബി ആണ് ചെയ്യുന്നത്. പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Z1 ഈസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? Z1 ഈക്വൽ ടു 3 + i തന്നിട്ടുണ്ട്. ആൻഡ് Z2 എന്ന് പറയുന്നത് 5 - 2i തന്നിട്ടുണ്ട്. ആഡ് ചെയ്യാനല്ലേ പറഞ്ഞേക്കണം. ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് മൊത്തത്തിൽ ആഡ് ചെയ്ത് തിരിച്ചേക്കരുത്. അപ്പം Z1 + Z2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? 3 + i, അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 5 - 2i. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? എഴുതുന്നത് എങ്ങനെയാണെങ്കിലും ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ടുകൾ മാത്രം ആഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 5 + 3 എത്രയാ? 8. അതേപോലെ ഇമാജിനറി പാർട്ട് എന്തെന്നാ? ഇവിടെ 1ന്റെ iന്റെ 1 അല്ല വരുന്നത്. ഇവിടെയോ -2. ദാറ്റ് ഈസ് 1 + -2 അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വലുതീന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. എന്ന് പറഞ്ഞാൽ 2ന്ന് 1 കുറച്ചിട്ട് 2ന്റെ ചിഹ്നം. 2ന്ന് 1 കുറച്ചാൽ എത്രയാ? 1 അല്ലെ. എന്റെ ചിഹ്നം എന്താ? സൈൻ എന്താണ്? നെഗറ്റീവ്. സോ ദാറ്റ് ഈസ് -1 i ക്യാപ്പ്. ഒന്ന് ഭംഗിയാക്കി എഴുതുകയാണെങ്കിൽ 8 - i എന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ. അതായത് Z1 - Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 + i ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 5 - 2i മൈനസ് ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്താ? റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 3 - 5 അതേപോലെ പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? iൻ്റെത് 1 -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 - 5 എത്രയാ? വലുതീന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ദാറ്റ് ഈസ് -2 കൊടുക്കുക. പ്ലസ് അടുത്തതോ i ഇൻറ്റു 1 - -2 ദാറ്റ് ഈസ് അവിടെ പ്ലസ് വന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ 3. അപ്പൊ ഭംഗിയാക്കുമ്പോ നമുക്ക് -2 + 3i എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ പറഞ്ഞേക്കണേ? ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്സ് ആണ് 1, 1 to the line അല്ലെ. അപ്പോ നമുക്ക് ഇപ്പൊ ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം അതൊന്ന് നോക്കുക. അതായത് ax + by1 + c = 0 എന്ന് പറഞ്ഞൊരു ലൈനും നമ്മളുടെ കയ്യില് y1 ഇല്ല, y മാത്രമേ ഉള്ളൂ. x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളുടെ ax1 + by1 + c = 0 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. ഇതാണ് നമ്മളുടെ പോയിന്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് x1, y1 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് പറയുന്നത്. ആ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b². ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ മോഡുലസ് വന്നിരിക്കുന്നത്. സോ നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് സിമ്പിൾ പരിപാടിയാ. സോ ഡിസ്റ്റൻസ് ഇവിടെ എന്താ വരുന്നത്? എക്ക് പകരം നമ്മുടെ ഇവിടെ എന്താ? 4x + 3y - 2 പോയിന്റ് ഏതാ? 1, 1 അല്ലെ. ആ എക്സിനും ആ വൈക്കും പകരം 1 ഇട്ട് കൊടുക്കാം. അപ്പോ 4 × 1 + 3 × 1 - 2 അല്ലെ. ഡിവൈഡഡ് ബൈ √a² + b² എന്ന് പറയുമ്പോൾ a എന്താ? 4, b എന്താ? 3. √4² + 3² എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 1 × 4 4, 4 + 3 എത്രയാ? 7, 7ന്ന് 2 പോയി കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ റൂട്ട്. അടിയിൽ എന്താ വരുന്നത്? 4ന്റെ സ്ക്വയർ 16 + 3ന്റെ സ്ക്വയർ 9. 16, 9, 25 അല്ലേ. ദാറ്റ് ഈസ് √25 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 5 ആണ് ഈക്വൽ ടു 1 ആണ്. ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി ട്ടാ. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ ബ്രാക്കറ്റ് ഇടാനൊക്കെ മറക്കരുത് ട്ടാ. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 × 4 ഒക്കെ ചെയ്യാൻ അറിയാലോ, ചെയ്തു കൊടുത്താൽ മതി ട്ടാ. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം വരുന്നത്. ഇക്വേഷൻ കാണാണ്ട് പഠിച്ചേക്കാം ട്ടാ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താ തന്നിരിക്കുന്നത്? sin a ഈസ് ഈക്വൽ ടു 3/5 അല്ലെ. സൈനിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ശരിയല്ലേ? അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ട്രയാങ്കിൾ വച്ച് നോക്കിക്കൂടെ? എങ്ങനെ വന്നാലും മറക്കരുത്, റൈറ്റ് ട്രയാങ്കിളിൽ അത് വർക്ക്ഔട്ട് ആവുള്ളൂ ട്ടാ. എനിക്ക് വേറെ ആരും എന്തോന്ന് അറിഞ്ഞൂടാ, എന്റെ കാര്യം അറിയാം. എന്റെ ഓപ്പോസിറ്റ് സൈഡ് 3ഉം ഹൈപ്പോട്ടന്യൂസ് 5 ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5. പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് ഈ ബേസ് കണ്ടുപിടിക്കാലോ. ബേസ് എന്ന് പറയുന്നത് എന്താ വരിക? √5ന്റെ സ്ക്വയർ - 3ന്റെ സ്ക്വയർ എത്ര കിട്ടുക?
ഈക്വൽ ടു 25 മൈനസ് 9 എത്രയാണെന്നറിയോ? ദാറ്റ് ഈസ് √16 ആണ്. അത് 4 ആണ്. അപ്പൊ നമുക്ക് ബി ഈക്വൽ ടു ബേസ് എത്രയാന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം അടുത്തെന്താ പറഞ്ഞേ? കോസ് എ അല്ലെ? കോസ് എയുടെ ഇക്വേഷൻ എന്നിട്ടാ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എനെ വെച്ച് അഡ്ജസന്റ് സൈഡ് 4 അല്ലേ? സോ 4/5. അടുത്തത് ടാൻ. ടാൻ അതിന്റെ ഇക്വേഷൻ എന്നിട്ടാ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ? അതായത് എന്റെ ഓപ്പോസിറ്റ് സൈഡ് 3, അഡ്ജസന്റ് സൈഡ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം കേട്ടാ. എന്താ പറഞ്ഞേക്കണേ? നാലാമത്തെ കാൽക്കുലേറ്റിലെ കോസ് 330 മൈനസ് സൈൻ 120 കറക്റ്റ് അല്ലേ? അപ്പൊ കോസ് എത്ര എഴുതിയിട്ട് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, 330-നെ അതായത് 330-നെ ഒന്നില്ലെങ്കിൽ 180 ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ 90 ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ 360 ആയിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് 330-നെ 360 മൈനസ് 30 എന്ന് എഴുതുന്നതല്ലേ ഇത്തിരി കൂടി ഈസി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പോണേ. അപ്പൊ അതെന്ന് പറയുന്നത് കോസ് 360 മൈനസ് 30 എന്ന് എഴുതി. കറക്റ്റ് അല്ലേ? 360-ന്ന് 30 പോയാൽ എത്രയാ? 330 ആണ്. സിമിലർലി 120 നോക്കാം. അതിനെ നമുക്ക് എളുപ്പം ഏതാ? 180 ആയിട്ട് കാണിക്കാനില്ലേ? 120 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 180 മൈനസ് 60 എന്ന് കിട്ടൂ അല്ലെ? ദാറ്റ് ഈസ് സൈൻ 180 മൈനസ് 60. ഇനി അറിയോ കോസ് 360 മൈനസ് 30 എത്രയാണെന്നറിയോ? അതെന്ന് പറയുന്നത് കോസ് 30 ആണ്. അതേപോലെ സൈൻ 180 മൈനസ് 60 അതെന്ന് പറയുന്നത് സൈൻ 60 ആണ്. ജസ്റ്റ് ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യ്. കോസ് 30 എത്രയാണ്? √3/2. സൈൻ 60യോ? √3/2. ആൻസർ 0 അല്ലെ? ഈസി അല്ലേ? അടുത്തൊരു പ്രൂഫ് നോക്കിയേ. സൈൻ 35 അല്ലെ? സൈൻ 35 ഡിഗ്രി പ്ലസ് സൈൻ 25 ഡിഗ്രി എന്ന് പറയുന്നത് കോസ് 5 ഡിഗ്രി ആണ് തെളിയിക്കണം. അപ്പൊ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്താന്ന് നമുക്കറിയാലോ. അതെന്ന് പറയുന്നത് എന്താ? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ആ. ഇവിടെ ഈ എക്സിന് പകരം 35ഉം വൈക്ക് പകരം 25ഉം യൂസ് ചെയ്യാട്ടാ. അപ്പൊ 35 പ്ലസ് 25 ഡിവൈഡഡ് ബൈ 2ഉം അതുപോലെ കോസ് എന്താ വരുന്നത്? എക്സ് മൈനസ് വൈ 35 മൈനസ് 25 ബൈ 2. ഇതെന്ന് പറയുന്നത് എന്തായി? 2 സൈൻ 35 പ്ലസ് 25 എത്ര കിട്ടി നമുക്ക്? 30 കിട്ടി അല്ലേ? 60 ഡിവൈഡ് ബൈ 2 30. ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അടുത്തതോ 35-ന്ന് 25 പോയാൽ 10 അല്ലെ? 10 ഡിവൈഡഡ് ബൈ 2 5. ദാറ്റ് ഈസ് കോസ് 5. ഇനി 2 ഇൻറ്റു സൈൻ 30 എത്രയാ? 1/2. പിന്നെ നമ്മളുടെ കോസ് 5. അതിനകത്ത് 2 ക്യാൻസൽ ചെയ്യും. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? കോസ് 5. അപ്പൊ നമ്മുടെ പ്രൂഫ് ഓക്കെ ആയില്ലേ? 6th പ്രോബ്ലത്തിലേക്ക് പോയാലോ? എന്താ തന്നിരിക്കുന്നത്? ലിമിറ്റ്സിന്റെ പാഠത്തിൽ നിന്നാണ് അല്ലെ? അതായത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3θ ഡിവൈഡഡ് ബൈ തീറ്റ ഉണ്ട്, അതേപോലെ കോസ് തീറ്റ ഉണ്ട്. നമ്മൾ ആകെ സൈനും കോസിലും പഠിച്ചിട്ടുള്ള ഒരു ലിമിറ്റ് എന്താണ്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ വന്നാൽ നമുക്കത് എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും അല്ലെ? പക്ഷെ എന്ത് പ്രത്യേകത ഉണ്ട്? രണ്ടോടത്തും തീറ്റ വരണം. ഇവിടെ അങ്ങനെയല്ല കിടക്കുന്നത് അല്ലെ? 3θ തീറ്റ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3θ. അതിനെ നമുക്ക് എന്തായാലും തീറ്റയാക്കി മാറ്റാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇവിടെ താഴത്തെ ഒരു കാര്യം ചെയ്യാം. ഇതിനെ 3θ എന്നാക്കാം. അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്തു. ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് കൊടുത്തു? ഒരു 3 മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ കോസ് 3θ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി ഇട്ട് കൊടുത്തു നോക്കിയാൽ ലിമിറ്റ് ദാറ്റ് ഈസ് 3 അവിടെ നിൽക്കട്ടെ. അപ്പൊ സൈൻ 3θ ബൈ 3θ എന്തായി മാറിയിട്ടുണ്ടാവും? 1 ആയി മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ കോസ് 0 എന്താണ്? 1 ആണ് അല്ലെ? സോ ഫൈനൽ ആൻസർ 3 × 1 × 1 3 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് √x ഇൻറ്റു ഇ റൈസ് ടു എക്സ് അല്ലേ തന്നേക്കണേ. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ d/dx ഓഫ് √x ഇ റൈസ് ടു എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കാലോ. അപ്പൊ ഡെഫിനിഷൻ പ്രകാരം എന്ത് കിട്ടി നമുക്ക്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ √x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്നിട്ടാ ഇ റൈസ് ടു എക്സ് തന്നെ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്നിട്ടാ ഇ റൈസ് ടു എക്സ് ഇൻറ്റു √xന്റെ ഡെറിവേറ്റീവ് 1/2 √x
എക്സ്. വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഈ റൈസ് എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാല് റൂട്ട് എക്സ് പ്ലസ് 1/2 റൂട്ട് എക്സ് എന്ന് വിളിക്കാൻ പറ്റും. ഇത്രയുള്ള പരിപാടി. അടുത്തത് എക്സ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ തന്നിട്ടുണ്ട് ആൻഡ് വൈ ഈക്വൽ ടു 2at തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, എക്സിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ വരുന്നത്? ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t വരും അല്ലെ. അപ്പൊ ഞാനത് ഭംഗിയാക്കിയിട്ട് 2at എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. അതേപോലെ dy ബൈ ഡി ടി അല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടി. എന്താ? dy ബൈ ഡി എക്സ്. സോ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാ? dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? dy ബൈ ഡി ടി എന്താണ്? 2a ആണ് അല്ലെ. ഡി എക്സ് ബൈ ഡി ടിയോ 2at. 2a ക്യാൻസൽ ചെയ്യും. സോ 1/t ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് 9th വൺ ആണ്. ഡയറക്റ്റ് ഇത് നമുക്ക് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ലെ. y എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സി തന്നേക്കണം. ഇങ്ങനെ തന്നാൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ അങ്ങോട്ട് ഡെറിവേറ്റീവ് എടുത്താക്കാം അല്ലെ. എന്നാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈയും ഡി ബൈ ഡി എക്സ് ഓഫ് സിയും ചെയ്തേക്കാം. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും ചെയ്തേക്കാം തിരിച്ച്, പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് അല്ലെ ഈക്വൽ ടു 0 അല്ലേ കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു നമുക്ക്. ആൻഡ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് വൈ ആയിട്ടും ആൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ആയിട്ടും കിട്ടുന്നു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. y എന്ത് തന്നിട്ടുണ്ട്? y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് അല്ലേ പറഞ്ഞേക്കണേ. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ആവശ്യം അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ആദ്യം y ഡാഷ് കണ്ടുപിടിക്കാം. y ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പൊ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. അടുത്തത് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു മൈനസ് എക്സ് തന്നെ എഴുതാ ഇൻറ്റു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 കൂടി ചേർത്ത് എഴുതാം. അപ്പൊ എന്തായി? ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഈ y ഡാഷ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ് കേട്ടോ. അപ്പൊ ഈ കിട്ടിയ സാധനം ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു വീണ്ടും ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു മൈനസ് എക്സും വരും മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 വരും അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ? ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇത് തന്നെയല്ലേ നമ്മളുടെ ചോദ്യം. ഇപ്പൊ എന്ത് കിട്ടി? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. പ്രൂഫ് ആയില്ലേ? അപ്പൊ ഇനി പാർട്ട് സി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.